നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയത് ജീവനോടെയോ? സ്വാമി മരിച്ച ദിവസം വീട്ടിൽ വന്ന ആ രണ്ടുപേർ ആരൊക്കെയാണ്? അടിമുടി ദുരൂഹത നിറഞ്ഞിരിക്കുകയാണ് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി. ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അടിമുടി ദുരൂഹത നിറഞ്ഞു നിൽക്കെ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. മരിച്ച ദിവസം വീട്ടിൽ വന്നുവെന്ന് മക്കൾ പറയുന്ന രണ്ടുപേരെ ലക്ഷ്യമാക്കിയും പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. പ്ലാവില സ്വദേശികളാണ് വീട്ടിലെത്തിയതെന്നാണ് മൊഴിയിൽ പറയുന്നത്. ഈ സമയം കുടുംബാംഗങ്ങളല്ലാതെ മറ്റാരും വീട്ടിലില്ല എന്നും പറയപ്പെടുന്നു. എന്നാൽ ഈ രണ്ടുപേർ മരണദിവസം വീട്ടിലെത്തി മരണം നടക്കുന്നതിന് തൊട്ടു മുൻപ് മടങ്ങിയെന്നാണ് ഒരു മകൻ മൊഴി നൽകിയിരിക്കുന്നത്. മക്കളുടെ മൊഴികളിൽ പോലീസ് തിരിച്ചറിഞ്ഞ വൈരുദ്ധ്യം കണക്കിലെടുത്ത് ആ രണ്ടുപേർ ആരൊക്കെയാണ്, എന്തിനു വന്നു എന്ന നിലയിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിച്ചു നീക്കാനുള്ള ശ്രമം കനത്ത സംഘർഷത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഉദ്യോഗസ്ഥർ ഇന്ന് പുതിയ തീയതി നിശ്ചയിക്കും. സ്ഥലത്തെ ക്രമസമാധാന നില കണക്കിലെടുത്ത് പോലീസും ക്രൈംബ്രാഞ്ചും കൂടിയാലോചിച്ച ശേഷമാകും പുതിയ തീയതി നിശ്ചയിക്കുക. ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയത് ജീവനോടെയോ അല്ലാതെയോ എന്ന സംശയമാണ് ഇപ്പോൾ നിഴലിക്കുന്നത്. പലരും വിഷയം മതപരമായ നിലയിൽ കൊണ്ടുപോകുന്നത് പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ നിയമവശങ്ങൾ ബോധ്യപ്പെടുത്തിയാവും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയെന്ന് സബ് കളക്ടർ അറിയിച്ചു. അസ്വാഭാവിക മരണമെന്ന നിലയിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. കല്ലറ പൊളിക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാരും ഹൈന്ദവ സംഘടനകളും രംഗത്ത് വന്നിരുന്നു. ഇരുവിഭാഗവും തമ്മിൽ സംഘർഷം ഉടലെടുത്തതോടെയാണ് വിഷയം വഷളായത്. കല്ലറ പൊളിക്കാൻ നോട്ടീസ് നൽകിയില്ലെന്നും കുടുംബത്തിന്റെ കൈവശമുള്ള സ്ഥലമായതിനാൽ പൂജകൾ ചെയ്യുന്ന സാഹചര്യത്തിൽ പൊളിക്കാനാവില്ല എന്നുമായിരുന്നു ഒരു വിഭാഗത്തിന്റെ വാദം. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ഗോപൻ സ്വാമി നടന്നുപോയി സമാധിയായി എന്നാണ് മകൻ രാജസേനൻ പറയുന്നത്. രാവിലെ 10:30 കുടുംബ വീട്ടിലെ അറയിലേക്ക് പോയി പുലർച്ചെ 3 മണിവരെ പത്മാസനത്തിൽ ഇരുന്ന് പൂജാകർമ്മങ്ങൾ ചെയ്തതായും മകൻ പറയുന്നു. ശിവക്ഷേത്രം നിർമ്മിച്ച് പൂജകൾ നടത്തിവരികയായിരുന്നു മരണമടഞ്ഞ ഗോപൻ സ്വാമി.